പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൗദിയുടെ ഹിസ്റ്റോറിക്കൽ സെൻ്ററായ റിയാദിലെ നാഷണൽ മ്യൂസിയത്തിലാണ് നമ്മളിപ്പോൾ. ഇതാണ് മ്യൂസിയത്തിൻ്റെ മെയിൻ ഹാൾ. മ്യൂസിയത്തിനകത്തേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ്. സന്ദർശകരുടെ പേരും ഡീറ്റെയിൽസും റിസപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത് വേണം മ്യൂസിയം വിസിറ്റ് ചെയ്യാൻ. ഇനി നമുക്ക് ഗാലറിയിലോട്ട് കടക്കാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൗദി അറേബ്യൻ മരുഭൂമിയിലെ എംടി ക്വാർട്ടറിൽ കണ്ടെത്തിയിട്ടുള്ള കൂറ്റൻ ഉൽക്കയാണിത്. ഏകദേശം 2.75 ടൺ ഭാരമാണ് ഇതിന് വരുന്നത്. റിയാദിലെ അൽ മുറബയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ മ്യൂസിയം 1999 സ്ഥാപിച്ചത്. കിങ് അബ്ദുൾ അസീസ് ഹിസ്റ്റോറിക്കൽ സെൻ്ററിൻ്റെ ഭാഗമാണ് സൗദി നാഷണൽ മ്യൂസിയം. കൂടാതെ അതിമനോഹരമായ പാർക്കും ഈ മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. സൗദി അറേബ്യയിൽ കാണപ്പെടുന്ന വിവിധ തരത്തിലുള്ള മെറ്റാമോർഫിക് റോക്കുകളുടെ കളക്ഷൻ ഇവിടെയുണ്ട്. മെറ്റാമോർഫിക് റോക്കുകളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് മാപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രഷ്യസ് സ്റ്റോൺസ് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വിവിധ തരത്തിലുള്ള കല്ലുകളും പാറകളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്ക്വേക്ക് ഈസ്റ്റേൺ റീജിയണിൽ കാണപ്പെടുന്ന പ്രത്യേക തരത്തിലുള്ള ഡെസേർട്ട് റോസ് ആണിത്. ഇത് രൂപപ്പെടുന്നത് ജിപ്സം ക്രിസ്റ്റൽസും സാൻഡ് ഗ്രെയിൻസും കൂടി ചേർന്നാണ്. സൗദി നാഷണൽ മ്യൂസിയത്തിൻ്റെ പ്രധാന അട്രാക്ഷനാണ് ചരിത്രാതീത കാലത്തുള്ള ആനയുടെ സ്കെൽട്ടൻ. ആനയുടെ കൊമ്പിൻ്റെയും താടിയെല്ലിൻ്റെയും ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ആധുനിക ആനകളുമായി ബന്ധപ്പെട്ട വലിയ സസ്യബുക്കായ പ്രോബോസിഡിയൻ സസ്തനികളുടെ വംശനാശം സംഭവിച്ച ഒരു ജനുസാണ് പ്ലാറ്റിബെലോഡൻ. മധ്യ മയോസിൻ കാലഘട്ടത്തിൽ ആഫ്രിക്ക, ഏഷ്യ, കോക്കസസ് എന്നിവിടങ്ങളിൽ ജീവിച്ചിരുന്ന പ്രത്യേകതരം ആനയുടെ അസ്ഥികൂടമാണിത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫോസിൽ ട്രീസും മഡ് സാമ്പിൾസും ഒക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗദി രാജവാഴ്ച സൗദി രാജകുടുംബ ചരിത്രം വിവരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതും ശ്രദ്ധേയവുമായ മ്യൂസിയമാണിത്. നിരവധി പുരാതന വസ്തുക്കളും കയ്യെഴുത്തു പ്രതികളും പേപ്പറുകളും കാലക്രമത്തിൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അറേബ്യൻ ഇസ്ലാമിക് കലകളുടെയും വാസ്തുവിദ്യയുടെയും രസകരമായ ഉദാഹരണങ്ങൾ മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. ഇസ്ലാമിനു മുമ്പുള്ള ഹിജാസ് മേഖലയിൽ നിന്നുള്ള റോക്ക് ഗ്രാഫിറ്റി, റോസറ്റ കല്ലിൻ്റെ ഒരു പകർപ്പ്, മദാൻസാല റോക്ക് കട്ട് ശവകുടീരങ്ങൾ തുടങ്ങിയ നിരവധി പുരാതന വസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും.
പുരാതന കാലത്ത് സൗദി ജനത കല്ലിൽ കൊത്തിയെടുത്ത അതിമനോഹരമായ ചിത്രങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ഭാഷാ രീതികളും ശൈലികളുമാണ് കല്ലിൽ കൊത്തിവെച്ചിട്ടുള്ളത്. ദിൽമുൻ ടോംബിൻ്റെ എക്സ്കവേഷനെ പറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. പ്രാചീന സൗദി ജനതയുടെ ജീവിതശൈലിയെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടനവധി പുരാവസ്തുക്കൾ ഇവിടെ ശേഖരിച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ആയുധങ്ങൾ, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ തുടങ്ങി ഒട്ടനവധി പുരാവസ്തുക്കൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മ്യൂസിയത്തിനകത്ത് തന്നെ കുട്ടികളെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി ഒരു സെക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സൗദിയിലെ പുരാതനമായ അൽഫ ടെമ്പിളാണിത്. നമ്മുടെ നാട്ടിലുള്ള അമ്പലങ്ങൾ കാണുന്ന പോലെ തന്നെയുള്ള ഒരു സ്ട്രക്ചറാണ് ഇതിൻ്റേതും. അറബ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള ടെമ്പിൾ വളരെ അപൂർവമായ കാഴ്ച തന്നെയാണ്. ഇതാണ് നബാറ്റിയൻ ടോംബ്. നബാറ്റിയൻ ശവകുടീരത്തിൻ്റെ ഈ പുനർനിർമ്മാണം മദൻ സാലിയിൽ സ്ഥിതി ചെയ്യുന്ന ശവകുടീരങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ മുന്നേ ഹെഗ്ര അലൂല ട്രിപ്പിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്.
മ്യൂസിയത്തിനകത്തുള്ള കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് എനിക്കിത് തോന്നിയത്. ഫാമിലിക്കും കുട്ടികൾക്കുമെല്ലാം ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു മ്യൂസിയം. ഇനി നമുക്ക് മ്യൂസിയത്തിന് പുറത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റിയാദ് നാഷണൽ മ്യൂസിയത്തിൻ്റെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് കിങ് അബ്ദുൾ അസീസ് നാഷണൽ പാർക്ക്. നിരവധി പ്രദേശവാസികളും വിദേശ വിനോദസഞ്ചാരികളും സന്ദർശിക്കുന്ന ഒരു പ്രധാന പാർക്ക് തന്നെയാണിത്. മ്യൂസിയം സന്ദർശിക്കുന്നതിനോടൊപ്പം തന്നെ വിനോദകരമാക്കുവാൻ വളരെയധികം അനുയോജ്യമായൊരു സ്ഥലം കൂടിയാണിത്. റിയാദിലുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ടാണിത്. ഒരുപാട് വാല്യുബിൾ ഇൻഫോർമേഷനും ഒപ്പം തന്നെ എൻ്റർടൈൻമെൻറ്റും നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്.